ഇത് ചീനിയാ മോളെ. ഇന്നലെ അവൻ വാങ്ങിച്ചോണ്ട് വന്ന ഇത് നമ്മുടെ മോളും ഒക്കെ ഇങ്ങോട്ട് വന്നില്ലയോ. അന്നേരം വൈകിട്ട് പുഴുകുമ്പോൾ അവർ രണ്ട് കിഴങ്ങ് കൊടുക്കാം. എന്നാ അമ്മ ചീനി വിളി, ഞാൻ ചമ്മന്തി ഉടയ്ക്കാമേ. ഇന്നത്തെ ഇവിടെ പരിപാടി. മോളെ നീ ഇങ്ങോട്ട് വന്നതല്ലയോ, മോൻ അന്നേരം ഇച്ചിരി ചീനി വാങ്ങിച്ചോണ്ട് വന്നു. അന്നേരം അതൊന്ന് പുഴുങ്ങാൻ മതിയായിരുന്നു. സ്പെഷ്യൽ ചമ്മന്തി. എവിടെ റെഡി ആയിട്ടുണ്ടേ. ചമ്മന്തി അരയ്ക്കാൻ അവളെ ഇതുവരെയും കണ്ടില്ലല്ലേ. അവൾ എവിടെ പോയി? പിന്നെ അവിടെ കണ്ട് പോയിരുന്ന ഫോണിനകത്ത് തോണ്ടിക്കൊണ്ടങ്ങാണ്ട് ഇരിക്കുമായിരിക്കും. എന്താ അമ്മ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല മോളെ. ഞാൻ കേട്ടല്ലേ. മോളൊക്കെ വന്നിട്ട് ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ട്. ഇതാണ്ട നല്ല ഒന്നാന്തരം ചമ്മന്തിയൊക്കെ റെഡിയാ കണ്ടോ. നല്ല ചെറിയ ഉള്ളി, കാന്താരി, പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി പുളിയൊക്കെ പിഴിഞ്ഞ് ചേർത്ത് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ ഒന്നാന്തരം ചമ്മന്തി റെഡി. വാ അമ്മക്ക് കഴിക്കാം. പണ്ടേ അച്ചാമ്മ അരിശനൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ നമ്മളൊന്നും പുഴുക്കളും പിന്നെ ചമ്മന്തി ഇങ്ങനത്തെ നല്ല സൂപ്പർ ചമ്മന്തി ആയിട്ടുണ്ട്. അന്ന് പക്ഷെ ചാച്ചിലും ചേമ്പും ചേനയും എല്ലാം കൂടെ അല്ലായിരുന്നു. ഇപ്പം കുരങ്ങനും പന്നിയും ദൂരം കൃഷി ചെയ്യാനും കൂടെ ചെയ്താൽ തീരും നമുക്ക്. ഈ പുഴുക്കിന്റെ കൂടെ കട്ടൻ കാപ്പി ഒരു വികാരമാണ് അല്ലേ?